രാവിലെ 10 മണിക്കത്തെ ഷോ കണ്ടതിന് ശേഷം ഉടൻ തന്നെ റിവ്യൂ ഇടണം എന്നൊക്കെ പറഞ്ഞ് സിനിമ കാണാൻ പോയ ഒരാളാണ് ഞാൻ. എക്സ്പെക്ടേഷൻ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പൃഥ്വിരാജ് ചിത്രം, ബ്ലസ്സി ചിത്രം, ബെന്യാമിൻ സ്റ്റോറി, ആടുജീവിതം, നജീബിക്കയുടെ ഒറിജിനൽ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോയി കാണുന്ന പടമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈപ്പിൽ തന്നെയാണല്ലോ ഓൾറെഡി നമ്മൾ എല്ലാവരും പോയി കാണുന്നത്. തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരേക്കും ആ 3 മണിക്കൂറുകൾ ഞാൻ ഇരുന്ന് കരയായിരുന്നു. പ്രവാസി ജീവിതവുമായിട്ട് അല്ലെങ്കിൽ പ്രവാസ ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്ന മനുഷ്യരൊന്നും എന്റെ ലൈഫിൽ ഇല്ല. പക്ഷെ എന്നിട്ടും ഞാൻ എന്തേ കരഞ്ഞത് എന്നതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ആ പുസ്തകം മുഴുനീളം വായിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. എനിക്കൊരു ഔട്ട്ലൈൻ അറിയാമായിരുന്നു, ഇതാണ് സ്റ്റോറി എന്നൊക്കെ ഉള്ളത് കൃത്യമായി അറിയാമായിരുന്നു. പക്ഷെ എനിക്ക് ആ സിനിമ സമ്മാനിച്ചത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്നുള്ള ഒരു റിയലൈസേഷൻ ഒരിക്കൽ കൂടി തന്നു എന്ന് വേണം ആദ്യം പറയാം. എന്നെ കരയിച്ചത് കണ്ണു നിറഞ്ഞ് എനിക്കിത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ ഞാൻ ഒരിക്കൽ കൂടി ആ സിനിമ കാണാൻ പോകുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം. ബ്ലെസ്സി സർ, നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന 16 വർഷത്തെ നിങ്ങളുടെ ഒരു എഫേർട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ആ സിനിമയിൽ ഉണ്ട് സർ. നിങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്കും സമ്മാനിച്ചത് ഒരു മാജിക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. പൃഥ്വിയോട് തന്നെയാണ് പറയാനുള്ളത്. ഒരു ജീവിതത്തില് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു നടൻ തന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയും ഡെഡിക്കേഷനിലൂടെ കാണിച്ചു തരാം എന്നുള്ളത് കാണിച്ചൊരു ചിത്രം. 31 കിലോയൊക്കെ വെയിറ്റ് കുറയ്ക്കുക, കൂട്ടിയിട്ടാണെങ്കിലും കുറച്ചതെങ്കിൽ പോലും 31 കിലോളം കുറയ്ക്കുക, അതിൽ കാണാനുണ്ട്. അതിൽ ആ ഷർട്ടൊക്കെ മാറ്റുന്ന സീനൊക്കെ കണ്ടപ്പോൾ നെഞ്ചത്തിടിച്ച് കരയാനാണ് ആക്ച്വലി തോന്നിയത്. പിന്നെ പൃഥ്വിനെ എടുത്ത് പറയുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ പോലെ തന്നെ ഗോകുലിനെ എടുത്ത് പറയണം. കാരണം പൃഥ്വി ഒരു വേദിയിൽ പറഞ്ഞ് ഞാൻ കേൾക്കുകയും ചെയ്തു. പൃഥ്വിയുടെ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല ഗോകുലിന്റെ. ഗോകുൽ ആദ്യം വരുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഒരു ചെക്കൻ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. ഏറ്റവും ഒടുവില് അവന്റെ ഓരോ ക്ലോസപ്പ് സീനൊക്കെ വല്ലാതെ കരയിച്ചു. വെള്ളം കിട്ടാതെ മരണപ്പെടുക എന്നൊക്കെ പറയുന്നതിന്റെ സീനിന്റെ ഒക്കെ ഡെപ്ത് നമ്മളെ കാണിച്ചു തരുന്ന ഗോകുലിന്റെ ആ ഒരു ക്യാരക്ടറാണ്. ഓരോ ക്യാരക്ടേഴ്സിനെയും എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഓവറോൾ ഇത്രയും എല്ലാവരും ഹൈപ്പ് തന്നതുകൊണ്ട് തന്നെ കൂടുതൽ പറയണമെന്നില്ല. പിന്നെ AR റഹ്മാൻ മാജിക് അത് കാണാനുണ്ട്. പക്ഷെ പെരിയോനെ എന്ന പാട്ട് മുഴുനീളെ കേൾക്കാൻ അതിൽ പറ്റിയില്ല. മീൻസ് അത് കംപ്ലീറ്റ് കേൾക്കാൻ പറ്റില്ല. ജിതിൻ രാജ്, പ്രിയപ്പെട്ട കൂട്ടുകാരൻ, FM-ലൂടെ എനിക്ക് ഒരു ഇന്റർവ്യൂ ജിതിന്റെ എടുക്കാൻ സാധിച്ചു. നേരിട്ട് കാണാൻ സാധിച്ചില്ല, ഫോണിലൂടെ മാത്രമാണ്. പക്ഷെ എങ്കിലും ജിതിന്റെ പാട്ട് ഇത്രയും അധികം വൈറലായപ്പോൾ ജിതിനെ ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ജിതിൻ എന്റെ പ്ലേലിസ്റ്റിലെ ഒട്ടുമിക്ക എല്ലാ പാട്ടുകളും ജിതിന്റേതാണെന്ന് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഐ എം സോറി ഫോർ ദാറ്റ് ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി. ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ ജിതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. എല്ലാവരെയും ഓരോരോ എടുത്തു പറഞ്ഞാൽ ഇപ്പൊ തീരത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു സിനിമ എന്നതിനേക്കാൾ ഉപരി നജീബിക്കയുടെ ലൈഫാണ്. അദ്ദേഹത്തെയാണ് അതിൽ നമുക്ക് വേണ്ടി കാണിച്ചു തന്നിരിക്കുന്നത്. ഓരോ പ്രവാസികളെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മഹത്വമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യമുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും, നിങ്ങൾ ജോർദാനിലൊക്കെ പെട്ടുപോയ കാര്യങ്ങളും സ്റ്റോറീസും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സമയത്തൊക്കെ ആത്മഹത്യയുടെ വക്കിൽ പോയ ക്രൂ മെമ്പേഴ്സ് പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയും കോവിഡ് ടൈമിലൊക്കെ അതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ എന്തോരം അതിന്റെ പിന്നിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഈ ദിവസം മാർച്ച് 28-ന് സിനിമ റിലീസായ ആദ്യത്തെ ഷോ കണ്ടതിന് ശേഷം ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കിയതാണ്. ഇനി അങ്ങോട്ട് ഈ സിനിമയുടെ വസന്തമാണ്. മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. ഓസ്കർ എന്നും ഓരോരുത്തരും ഓരോരോ നാഷണൽ അവാർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര തന്നെ കിട്ടിയാലും മതിയാവില്ല, എത്ര തന്നെ നൽകിയാലും മതിയാവില്ല. ഈ സിനിമ അത്രയും അർഹിക്കുന്നു എന്നുള്ളതാണ്. കൂടുതലൊന്നും പറയാനില്ല. 10 ഔട്ട് ഓഫ് എന്ന് പോലും നമുക്ക് പറയാനില്ല. എത്ര മാർക്ക് കൊടുത്താലും മതി വരാത്ത പെർഫോമൻസും അതിന്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും, നന്ദിയും, കടപ്പാടും, സ്നേഹവും അർപ്പിക്കുകയാണ്. ആടുജീവിതം ക്ലാസ്.